ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിക് ജീൻസ്. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോയിത്തെ എക്സാമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ ഗോയിത്തെ എക്സാം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഗോയിത്തെ എക്സാം എന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. ജർമ്മൻ ലാംഗ്വേജിൻ്റെ സർട്ടിഫൈഡ് എക്സാമാണ്. അതായത് ഗോയിത്തെ എന്ന് പറയുന്നത് ബ്രാൻഡാണ്. നമ്മൾ ഈ ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ പഠിച്ച എക്സാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം നമുക്ക്, എന്നാൽ മാത്രമാണ് വല്ല കാര്യമുള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള അതിന് ഓതറൈസേഷൻ ഉള്ള എക്സാമുകളാണ് ഈ ഗോയിത്തെ എക്സാം എന്ന് പറയുന്നത്. ഗോയിത്തെ, ടെൽക്ക്, ECL അങ്ങനെ കൈൻഡ് ഓഫ് എക്സാംസ് ഉണ്ട്. അതിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വാല്യൂ ഉള്ള എക്സാം എന്ന് പറയുന്നത് ഗോയിത്തയാണ്. എല്ലാവരും ഗോയിത്തയാണ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഗോയിത്തയ്ക്ക് ഒരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എൻ്റെ ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാൻ B1 എക്സാം ആയിരുന്നു ചെന്നൈയിൽ എഴുതിയത്. നമ്മൾ ചെന്നൈയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡേറ്റ് എടുത്ത സ്പോട്ടിൽ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എനിക്കത് അറിയില്ലായിരുന്നു. അറൗണ്ട് ഞങ്ങൾ എക്സാമിൻ്റെ 3 days മുമ്പായിരുന്നു ഈ ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ച് അന്വേഷിച്ചത്. സോ അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ആലപ്പുഴ പോയി. ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ്സിൽ ആദ്യമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നേരെ ഒരു 4 മണിക്ക് എടുക്കുന്ന ട്രെയിനിൽ 3 മണിക്ക് കയറി സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നു. ആൻഡ് ചെന്നൈയിൽ വരെ ഒരൊറ്റിരിപ്പായിരുന്നു. യെസ്, അങ്ങനെ ഒരൊറ്റിരിപ്പിൽ ചെന്നൈയിലെത്തി. നമ്മൾ ഒരു booking.com ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂം നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. സത്യം പറയാമല്ലോ, നമുക്കത് കാണാനേ പറ്റിയില്ല. ആ റൂം കാലത്ത് 5 മണിക്ക് ചെന്നൈ എന്ന വലിയ നഗരത്തിൽ നമ്മളിങ്ങനെ കിടന്ന് നടക്കുകയാണ്. സോ ഞങ്ങൾ രണ്ടുപേരും എന്തോ നല്ല ഒരു മൈൻഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിച്ച് വേറൊരു സ്ഥലത്ത് റൂം അന്വേഷിച്ചു. മലയാളികളാണെന്ന് കണ്ടപ്പോൾ തന്നെ ആൾ നൈസായിട്ട് റൂം തരാമെന്ന് പറഞ്ഞു. മേ ബി പൈസ അലക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല. അങ്ങനെ 800 രൂപ കൊടുത്ത് നമ്മളൊരു റൂം എടുത്തു. നമുക്ക് റൂമിനുള്ള ഓപ്ഷൻ വേറെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അവിടെ റൂം എടുത്തു. ഞങ്ങൾ തലേൻ്റെ തലേദിവസമാണ് പോയത്. അങ്ങനെ റൂം എടുത്ത് അന്ന് നമ്മൾ ഫ്രീ ആണ്, പിറ്റേ ദിവസമാണ് എക്സാം. അപ്പോൾ റൂം എടുത്ത് നമ്മൾ കാലത്തെ ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളൊരു 9-10 മണിയായപ്പോൾ ഈ എക്സാം നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് പോയി. അപ്പോൾ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഐ തിങ്ക് ചെന്നൈ MGR സെൻട്രലിൽ നിന്ന് ഐ തിങ്ക് ഒരു 7 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 7 കിലോമീറ്റർ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മൈൻഡ് കണക്ഷൻ. നടന്നാലോ, നടക്കാം, ഒക്കെ സെറ്റ്. ഞങ്ങളങ്ങ് നടന്ന്. പക്ഷെ പിന്നെ മനസ്സിലായി പണിപാളി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സാം സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഊണ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ബൈറ്റ് എടുത്തു. ആ എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതിനുശേഷം ഞാൻ നേരെ ചെന്നത് നമ്മൾക്ക് അവിടെ തന്നെ അന്ന് B2ൻ്റെ എക്സാം എടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് അവരുടെ ഫാദറിനെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദറിനെ കണ്ട് സംസാരിക്കാൻ പറ്റി. ദെൻ ഞാൻ നേരെ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് നമുക്ക് അങ്ങോട്ട് വരാൻ മെട്രോ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അതായത് ഒരു 900 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഗോയിത്തെ സെൻറ്ററിൽ നിന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ മെട്രോയിലേക്ക് നടക്കാനുള്ളൂ. മെട്രോയിലേക്ക് നടന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് MGR സെൻറ്ററിലേക്ക് എത്താം. ഇനി ഞാൻ എങ്ങനെ, അതായത് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ എങ്ങനെ എക്സാം സെൻറ്ററിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. MGR സെൻറ്ററിലാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങേണ്ടത്. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മെട്രോ പിടിക്കുക. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെയാണ് മെട്രോ ഉള്ളത്, കൂടുതലൊന്നും നടക്കാനില്ല. അപ്പോൾ മെട്രോ പിടിച്ചതിന് ശേഷം 1000 ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്, അവിടെ ഇറങ്ങുക. അവിടെ ഇറങ്ങിയതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട്ലൻഡ് 5th സ്ട്രീറ്റാണ്. മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നടക്കാവുന്നുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റേയുടെ കാര്യം, അതിനു മുമ്പ് നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആവും. അതിനുശേഷം നമ്മൾ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൻ്റെ കാര്യം ഞാൻ പറയാം. അതായത് ഈ എക്സാം സെൻറ്ററിൻ്റെ അവിടെ തന്നെ ആശാനിവാസ് എന്ന് പറയുന്ന ഡോർമെട്രി അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ജസ്റ്റ് 500-ന് താഴെ പെർ ഹെഡ് ഡോർമെട്രി അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തലേ ദിവസം വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ 1000 ലൈറ്റ്സിലേക്ക് വന്ന് അവിടുന്ന് നടന്ന് നേരെ ഈ ഒരു സ്ഥലത്തോട്ട് ചെന്ന് ആ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുവാണെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് സുഖമായിട്ട് പോയി
എക്സാം എഴുതി വരാവുന്നതാണ്. ഇനി എക്സാം എഴുതണതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 3 മൊഡ്യൂളാണ് എടുത്തിട്ടുണ്ടായത്, ലേസൺ, ഹ്യോറൻ, ഷ്രൈബൻ. അപ്പോൾ ഇങ്ങനത്തെ തന്നെ ഒരു ഇതിലാണ് വരിക. ഷ്രൈബൻ 3, ആദ്യം ലേസൺ, പിന്നെ ഹ്യോറൻ, പിന്നെ ഷ്രൈബൻ, പിന്നെ സ്പ്രഹൻ. ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ചെന്നൈ ഞാൻ പോയ സമയത്തുള്ള ഒരു എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം 3 എണ്ണമാണ് ബുക്ക് ചെയ്യാൻ കിട്ടിയുള്ളൂ. അന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ഏജൻറ്റ് വഴിയാണ് എക്സാം ബുക്ക് ചെയ്ത് തന്നത്. അപ്പം അന്ന് എനിക്ക് 3 എണ്ണത്തിന് 20,000 ആണ് ആയത്. ദെൻ ഞാൻ എക്സാം ഹോളിലോട്ട് നമ്മൾ ആദ്യമായിട്ട് കയറുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റും വേണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പല വട്ടം എക്സാം എഴുതാൻ പോയപ്പോൾ കണ്ടത് ഹോൾ ടിക്കറ്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഹോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാം ബുക്ക് ചെയ്തതിന് ശേഷം ഒരു ഇമെയിൽ വരും. ആ മെയിലിൽ പൈസ അടച്ചതിൻ്റെ ഒരിതും പിന്നെ നമ്മുടെ പേര്, സ്ഥലം, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള ഒരു PDF ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹോൾ ടിക്കറ്റ്. അതാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതിലൊരു ഫോട്ടോയും ഒട്ടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ പല ആൾക്കാർക്കും അറിയാത്തതാണ്. പല ആൾക്കാരും ആ മെയിലിൽ 2 PDF വരും, 2ഉം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ പാസ്പോർട്ടുമാണ് കൊടുക്കേണ്ടത്. പാസ്പോർട്ട്, ആധാർ കാർഡ്, ഫോട്ടോ ഉള്ള ID കാർഡ് എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും നല്ലത് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് കൊണ്ടുപോകുമ്പോൾ സേഫായിട്ട് കൊണ്ടുപോവുക. ഞാനിപ്പോൾ 2-3 വട്ടം പോയി, ഇതുവരെ മിസ്സൊന്നും ആയിട്ടില്ല. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ളത് എക്സാക്റ്റ് സെയിം ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു ഹോൾ ടിക്കറ്റിലും. ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. എക്സാമിൻ്റെ സമയത്തല്ല, വിസ സമയത്ത് പ്രശ്നമാണ്. അപ്പോൾ നമ്മളത് എക്സാമിന് മുമ്പ് നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ തന്നെ പറയുക, എന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്യുക. അങ്ങനെ ആദ്യം ഞാൻ എക്സാം കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ പേന വേണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ നമുക്കൊരു പേന തരും. അപ്പോൾ ചെന്നൈ ഗോയിത്തെ സെൻറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേപ്പർ പേൻ, ഇതൊരു സുവനീറായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇതുപോലത്തെ ഒരെണ്ണം കൂടെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് കൊച്ച് കേടാക്കി. അപ്പോൾ ഇതുപോലത്തെ ഒരു പേന കിട്ടും. അപ്പോൾ ഈ പേന കൊണ്ടാണ് നമ്മളിങ്ങനെ എക്സാം എഴുതുന്നത്. അങ്ങനെ ആദ്യം ഞാൻ കയറിയിരുന്നു. ആദ്യം തന്നെ നമ്മളുടെ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് മേടിച്ച് വയ്ക്കും. അതിനുശേഷം നമ്മൾ നേരെ ഹോളിലോട്ട് എൻ്റർ ചെയ്യും. നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി ഹോളിലോട്ട് എൻ്റർ ചെയ്യും. ഹോളിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ലേസൺ ഉണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ തന്നു. ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റ്, അതായത് ഒരു ഡെസ്ക്, ഒരു കസാര, അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷീൽഡാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഷീൽഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും കാര്യമായിട്ട് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സ്വന്തം കാര്യം നോക്കി എക്സാം എഴുതാം. അപ്പോൾ അവിടെ ഇരുന്ന് എക്സാം എഴുതി. ആദ്യത്തെ ലേസൺ കഴിഞ്ഞു. എക്സാം നന്നായിരുന്നു, കിട്ടുന്നൊരു പ്രതീക്ഷ വന്നു. അതിനുശേഷം ഹ്യോറൻ കഴിഞ്ഞപ്പോൾ ഹ്യോറൻ എനിക്ക് നല്ല ടഫായിരുന്നു, കിട്ടില്ല എന്നായിരുന്നു. അത് കഴിഞ്ഞ് ഷ്രൈബൻ വന്നു. ഷ്രൈബനും എഴുതിയപ്പോൾ എളുപ്പമായിരുന്നു, കിട്ടുന്നൊരു പ്രതീക്ഷ വന്നു. ദെൻ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നേരെ അവിടെ നിന്ന് അന്ന് രാത്രി 8 മണിക്കാണ് ട്രെയിൻ. അപ്പം ഞങ്ങൾ നേരെ മറീന ബീച്ചിലേക്ക് പോയി. പിന്നെ എങ്ങോട്ടാ, പിന്നെ നമ്മുടെ സൂര്യ സാറിൻ്റെ വീട്ടിലേക്ക്, മറ്റേ തമിഴായിട്ടൊരു സൂര്യയില്ലേ, സൂര്യയുടെ വീട്ടിൽ പോയി ടി നഗർ കണ്ടു. ടി നഗറിലാണ് സൂര്യയുടെ വീട്. അതിനുശേഷം ഞങ്ങൾ ഒരു 8 മണിയായപ്പോഴേക്കും 8:40 ട്രെയിൻ. 8:35 റെയിൽവേ സ്റ്റേഷനിലെത്തി. റൂം വെക്കേറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഇനി എക്സാം റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പിന്നെ പറയാം.